നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമോ നമഃ. നീതികൾ അരുൾ ചെയ്തൊക്കെയും നേരതു നാഥ സാധു സമ്മതം ഉഷ്മതസ്മൽ ഭേദങ്ങൾ ഇല്ലാ ബോധവാന്മാരാം ദിവ്യജ്ഞാനികൾക്കൊരിക്കലും രാഗദേശാദികളാം ദോഷങ്ങൾ കലർന്നു നിർജാഗരമനോവേഗന്മാരായ കലുഷന്മാര് മായ സംഭ്രമവശാൽ ചെയ്തിടും അനീതികൾ മായാതീതന്മാര് അറിഞ്ഞടങ്ങിക്കൊള്ളുന്നു എത്രയും വേദാന്തവാക്യോദയാർത്ഥങ്ങൾ എന്നതുകൊണ്ടും ഖേദമില്ലേതും പവാനോടെനിക്കെല്ലാം മായാലീലകളത്രേ നമ്മെ കളിപ്പിക്കുന്നതനു വേലമീശ്വരൻ പരിപാലിക്കയെന്നീ വേണ്ടു. ദേവകതനുജയും പ്രാതാവിൻ പാദം പിടിച്ച് ഈ വണ്ണം വല്ലായ്മ ചൊല്ലിടിനോരളവപ്പോൾ മനസ്സേ വളർന്ന കോപാദികളടക്കിനാള് മാനാദിദോഷങ്ങൾ ദിവ്യാത്മാക്കൾക്കുണ്ടായി വരാം. ഖേദങ്ങളൊഴിഞ്ഞവരനുജ്ഞയന്മാര് തെളിഞ്ഞതരാലയച്ചവരോട് യാത്രയും ചൊല്ലി പ്രീതനായവൻ ചെന്നു മന്ദിരമകമ്പൂക്കും. നീതികളനുഹരിച്ചങ്ങനെ മരുവിനാന് അന്നു രാത്രിയും ഏവം പോയി കഴിഞ്ഞളവുടൻ അന്യവാസരെ നിജസന്നിധൗ പിരിയാതെയും നിന്നീടും മമ മാതൃമാരൊന്നിച്ചു വന്നു നിജമുന്നിലാനന്ദം പൂണ്ടു തൊഴുതു നിൽക്കുന്നേരം ചെന്നുതാൻ വസുദേവ പത്നി പെറ്റുണ്ടായി വന്ന കന്യക തന്നെ കൊൽവാനാരംഭിച്ചതു നേരം തൻ കരത്തിങ്കൽ നിന്നു കന്യക വഴുതിപ്പോയി പുഷ്കരം പ്രാപിച്ചു നിന്നരുളി ചെയ്തു കേട്ട വർത്തമാനവും തനിക്കുണ്ടായ വിചാരവും ചിത്തചാഞ്ചല്യം കലർന്നു ആശുതാൻ പിന്നെ ചെന്നു കെട്ടഴിച്ചുടൻ വസുദേവ ദേവകീമാരെ വിട്ടനുനയിച്ചവരോട് താൻ പറഞ്ഞതും ദുഷ്ടരായവർക്കനിഷ്ടമായി പറഞ്ഞതും പുഷ്ടമോദേന നിജ മന്ദിരം പ്രാപിച്ചതും ഒക്കവേ പറഞ്ഞറിയിച്ച് അളവതു കേട്ടു മുഷ്കരന്മാരാം ദേവവൈരികൾ അസുരകൾ വിസ്മയ ആത്മനായി വിചാരിച്ചുടൻ ചൊല്ലിയിടിനാർ അസ്മാകമതിന്നുപായമുണ്ടാക്കിയിടാമല്ലോ നിന്തിരുപടി തന്നെ കൊൽവതിനായിട്ടേക അനന്തകനായിട്ടുള്ളാനുമെന്നാകിലോ ചിന്തയെന്തതിന്നോരു 10 നാളകത്തിങ്ങു സന്തതം പുമവോ പിറന്നുണ്ടായ ബാലന്മാരെ
നീളവേ നടന്നന്വേഷിച്ചു നിൻ ഭൃത്യന്മാരും ആളുകൾ ഞങ്ങളൊക്കെ കൊന്നൊടുക്കും വിധൗ കൂടവേ അതിലകപ്പെട്ടിടും തവകന്ത കൂടലർ നിനക്ക് മറ്റാരുമില്ലല്ലോ. പിന്നെ ദേവകൾ സമരവീരുക്കളാകുന്നതെല്ലാം ദേവേന്ദ്രൻ തവ ഗുണനാദങ്ങൾ കേൾക്കുന്നേരം ദാവനം ചെയ്തു തിരിഞ്ഞിടുകിലരക്ഷണാല് താവകം ശസ്ത്രങ്ങളറ്റി അന്തകപുരം പൂക്കും പാണിയിടും പ്രാണഭയം പൂണ്ടവർ തന്നെ ഭവാന് വീണടിതൊഴുകിലും ആയുധം മുറുക്കിലും തേരഴകിലും പാരിൽ വീണുക കിടക്കിലും ചാരവേ മുടിയഴിച്ചിട്ടു കൈകടിക്കിലും ആയുധപ്രയോഗങ്ങളൊന്നുമേ തോന്നായിലും പീയകതാരിൽ കലർന്നോടിപ്പോയൊളിക്കിലും പോരിലങ്ങരികളെ കൊല്ലാതെ പരിപാലിച്ച് ആരകം തെളിഞ്ഞയച്ചിടുമാറാകുന്നു നീ നീതിയോടിരുവർ തമ്മിൽ പോരും നേരം വക്ഷ പാദചേതസാ സുപുത്രാണ കാരണം ശത്രുവീരരെ ചതിക്കുകയും ചെയ്യയിൽ ഒരിക്കലും ആരുള്ളോ യുതിധർമ്മശീലന്മാർ നിന്നെപ്പോലെ നിന്നുടെ ധർമ്മസ്ഥിതി നീതികൾ ഇത്യാദികൾ അന്യകം കേട്ടു ബഹുമാനം ഉൾക്കലർന്നല്ലോ നിന്നെ ശങ്കിച്ചു വസിച്ചിടുന്നു ജഗത്തിങ്കൽ അന്യോന്യപരാക്രമശാലികൾ എല്ലാവരും നിർണയം നമ്മെ ജയിച്ചിടുവാൻ ഉലകത്തിൽ ഇന്നോരു ഭൂതരില്ലെന്നുള്ളിൽ നീ ധരിച്ചാലും എന്നാലും ശങ്കിക്കണം ദേവകൾ തമ്മേ പുനരുന്നതിൽ പ്രധാനിയാം ബ്രഹ്മാവും നിത്യം തപോമന്ദനായി വിദ്യാഭ്യാസതൽപരനായുള്ളോര് അരവിന്ദ സംഭവൻ തന്നാലേതും ഇല്ലോരു ഭയം ചന്ദ്രശേഖരൻ ഗിരിരാജനന്ദനയായ ചന്ദ്രാഭിമുഖിയോടും ഒന്നിച്ചു പിരിയാതെ തന്നെ ശരീരത്തിൽ പാതിയും അവൾക്കങ്ങു തന്നെത്താൻ മറന്നു നൽകിയിടിന ദിഗംബരൻ പിന്നെയും അവളുടെ ശാസനവശനായി അന്യപുരുഷരാരും ഇവിടെ വരായെന്നു കൽപ്പിച്ചു നാരീജിതനായി ഇളാവൃതത്തിങ്കൽ എപ്പോഴും ആവാസനായിരിക്കും അവനാലും ചിത്തത്തിൽ ഭയം നമുക്കെത്തുകയില്ലെങ്കിലും ശത്രുക്കൾ തമ്മെ ത്യജിക്കരുതെന്നതുകൊണ്ട് തൽക്കുലം മൂലച്ഛേദം ചെയ്വതെന്നുപായങ്ങൾ ഉൾക്കാമ്പിൽ നിരൂപിച്ചു കൽപ്പിച്ചു കൊള്ളേണം നാം ധിക്കരിച്ചുപേക്ഷിച്ചു വയ്ക്കരുതാരും ചെമ്മേ ശക്തിയും ശൗര്യവും ഇല്ലെങ്കിലും ശത്രുക്കളെ വർദ്ധിച്ചാൽ പിന്നെ ക്ഷയിപ്പിപ്പാനും പണിയത്രേ വൃത്തനാം താപസികനിന്ദ്രിയ ഗ്രാമങ്ങളെയും നിഗ്രഹിക്കണം മുമ്പേ കേവലം അല്ലെന്നാകിലും അഗ്രേ പോയ വശങ്ങളായി ചമഞ്ഞിടും നൂനം